ഹായ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? അതായത് മസിൽസിന്റെ സൈസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നതിനെ പറ്റി പറഞ്ഞു തരാം. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെസ്റ്റ് വർക്കൗട്ടിൽ മസിൽസ് എങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഇതെന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ചെസ്റ്റ് മസിൽസ് ആണ്. ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുടേത്, ഒന്ന് വർക്കൗട്ട് ചെയ്യാത്ത ആളുടേത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആവും. ഈ ബ്രേക്ക് ഡൗൺ ആയ മസിൽസിൽ നമ്മൾ പ്രോട്ടീൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് പ്രോട്ടീൻ. നമ്മൾ ഈ പ്രോട്ടീൻ കൊടുക്കുകയാണ്. ബ്രേക്ക് ഡൗൺ ആയ മസിൽസിൻ്റെ അകത്ത് പ്രോട്ടീൻ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ പ്രോട്ടീൻ കൊടുക്കുമ്പോൾ പ്രോട്ടീനും കൊടുത്ത് അതുപോലെ റെസ്റ്റും കിട്ടുമ്പോൾ ഈ ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻ കിട്ടിയ ഇതിൽ വീണ്ടും മസിൽസ് വന്ന് കവർ ചെയ്യും. ഇത് വർക്കൗട്ട് ചെയ്യാത്ത ആളുടെ മസിൽ, ഇത് വർക്കൗട്ട് ചെയ്ത ആളുടെ മസിൽ. ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത ആളുടെ മസിൽ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 300 ഗ്രാം ഉണ്ടായിരുന്ന മസിലും ഇത് 300 ഗ്രാം ഉണ്ടായിരുന്ന മസിൽ ഇതിപ്പോൾ ഡെവലപ്പ് ആയപ്പോൾ ഇതിന് 320 ഗ്രാമായി, ഇത് 300 ഗ്രാമായി. അപ്പോൾ നമ്മൾ വർക്കൗട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത ആളുടെ മസിലിന് ഡെവലപ്പ് ആയതൊന്ന് നിങ്ങൾ കണ്ടേ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫാറ്റ് ലോസിനും അതുപോലെ മസിൽ ഗെയിൻ ചെയ്യാനും നമുക്ക് വെയിറ്റ് ട്രെയിൻ നല്ലൊരു ഉപാധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. Okay, bye.